ഇസ്രായേലിന് ഇത് നല്ല ഒരു അവസരമാണ്. ഒന്നുകൂടി പിടിമുറുക്കിയാൽ ഹമാസിനെ മുട്ടുകുത്തിക്കാൻ ഏറ്റവും നല്ല അവസരം. ഏകദേശം പട്ടിണിയും പരിവട്ടവുമായി ഹമാസ് ദാരിദ്ര്യത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ആ ദാരിദ്ര്യം മറച്ചുവെക്കാതെ എങ്ങനെയെങ്കിലും ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സൂത്രമായിരുന്നിരിക്കാം ബന്ദികളെ വിടണം എന്ന് ഹമാസ് മുന്നോട്ട് വച്ച ഉപാധി. ഹമാസിന് നിൽക്കക്കള്ളിയില്ല. ഭക്ഷണത്തിന് പോലും ഹമാസ് ബുദ്ധിമുട്ടുകയാണ്. പലർക്കും ശമ്പളമില്ല. സാമ്പത്തിക സ്രോതസ്സുകൾ മരവിച്ചു. ഇത് തന്നെയാണ് നെതന്യാഹുവും ഇത്രകാലവും കാത്തിരുന്നത്. പിടിച്ചു നിൽക്കാനാകാതെ വരുമ്പോൾ താനെ കീഴടങ്ങും, അതുവരെ പിന്നോട്ടില്ല. ഇത് തന്നെയാണ് നെതന്യാഹു പലകുറി പറഞ്ഞത്. ഇസ്രായേലിന്റെ സൈനിക നടപടിക്കിടെ ഹമാസ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. ഹമാസിന്റെ സൈനിക വിഭാഗം പ്രവർത്തകർക്ക് ശമ്പളം നൽകുന്നതടക്കം പ്രതിസന്ധിയിലാണ്. മാർച്ചിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെയാണ് ഹമാസ് പ്രതിസന്ധിയിലായത് എന്ന് അറബ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിലുണ്ട്. ഗാസയിലേക്ക് എത്തുന്ന സഹായങ്ങൾ കരിഞ്ചന്തയിൽ വിറ്റാണ് ഹമാസ് ഇതുവരെയും പണം ശേഖരിച്ചിരുന്നത്. വ്യാപാരികൾക്ക് നികുതി ചുമത്തിയും ചെക്ക് പോസ്റ്റിൽ തീരുവ വഴിയും കൊള്ളയടിക്കുന്ന വസ്തുക്കളുടെ വിൽപ്പനയിലൂടെയുമാണ് വരുമാനം കണ്ടെത്തിയത്. പുതിയ സാമ്പത്തിക പ്രതിസന്ധിയോടെ ഹമാസ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം മുടങ്ങി എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം മുതിർന്ന പല ജീവനക്കാർക്കും ശമ്പളത്തിന്റെ പകുതി ഭാഗം മാത്രമാണ് നൽകിയിരുന്നത്. കുറഞ്ഞ റാങ്കിലുള്ള ഹമാസ് സൈനിക വിഭാഗം പ്രവർത്തകർക്ക് മാസം $200 $300 ഇടയിലാണ് കയ്യിൽ പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് 17,000 രൂപ മുതൽ 25,500 രൂപ വരെ ശമ്പളം അവർക്ക് ഇതുവരെ ലഭിച്ചിരുന്നത്. അങ്ങനെയാണ്. ജനുവരിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇതോടെ ഹമാസിന് താൽക്കാലിക സാമ്പത്തിക ഉത്തേജനം ഉണ്ടായിരുന്നു. ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തി. ഇതിൽ നിന്നും സാമ്പത്തിക നേട്ടം ഹമാസിനുണ്ടായി. മാർച്ചിൽ വെടിനിർത്തൽ അവസാനിച്ചതോടെ ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും സഹായ വിതരണം നിർത്തിവെക്കുകയും ചെയ്തതാണ് ഹമാസിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാക്കിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഫണ്ട് വിതരണം നടത്തുന്ന ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് മുന്നോടിയായി വലിയ അളവിൽ ഹമാസ് ഫണ്ട് ശേഖരിച്ചിരുന്നു. ഖത്തറിൽ നിന്നും ഹമാസിന് പ്രതിമാസം $15 മില്യൺ ലഭിച്ചിരുന്നത്. തുർക്കിയിൽ നിന്നടക്കം ആകെ $500 മില്യൺ ഫണ്ടും ലഭിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ ജയിലിലുള്ള മുഴുവൻ പലസ്തീനികളെയും വിട്ടയച്ചാൽ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്ന് ഹമാസ് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ അതിന് തയ്യാറല്ല. അത് ഹമാസിന്റെ തന്ത്രമായാണ് ഇസ്രായേൽ കാണുന്നത്. ഹമാസും ഇസ്രായേലും ഒപ്പിട്ട സമാധാന കരാർ ആദ്യഘട്ടം പൂർത്തിയായി എങ്കിലും പിന്നീട് ഗാസയിൽ വീണ്ടും ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിരുന്നു. മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. തിങ്കളാഴ്ച ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന സമാധാന ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. 45 ദിവസത്തെ ഇടക്കാല വെടിനിർത്തൽ കൊണ്ടുവന്ന് ബന്ദികളെ മോചിപ്പിക്കാനും അതിനുശേഷം സമാധാന ചർച്ചകൾ തുടരാം എന്നുമായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വച്ച നിർദ്ദേശം. മാത്രമല്ല ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സ്വീകാര്യമല്ല എന്നാണ് ഹമാസിന്റെ നിലപാട്. ഒരിക്കലും നടക്കാത്ത ആവശ്യം എന്നാണ് ഹമാസ് ഇതിനോട് പ്രതികരിച്ചത്. ജനുവരി 19 നിലവിൽ വന്ന സമാധാന ഉടമ്പടി പ്രകാരം ഇതുവരെ 38 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത്. എന്നാൽ ബന്ദി മോചനം വൈകുന്നു എന്നാരോപിച്ച് ഇസ്രായേൽ മാർച്ചിൽ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചു. വിട്ടയക്കാനുള്ള 59 ഇസ്രായേലികളെ മോചിപ്പിക്കാതെ ഇനി സൈനിക നടപടി നിർത്തിവെക്കില്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഗാസയിൽ നിന്ന് ഹമാസിനെ പുറത്താക്കാൻ തന്നെയാണ് ഇസ്രായേലിന്റെ ശ്രമം. അന്ന് ഇസ്രായേൽ ഗാസയിൽ തുടങ്ങിയ സംഹാരം ഇപ്പോഴും തുടരുകയാണ്. 40,000-ലേറെ നിരപരാധികൾ കൊല്ലപ്പെട്ടു. 20 ലക്ഷം ജനങ്ങൾ തെരുവിലായി. ഗാസ അക്ഷരാർത്ഥത്തിൽ പ്രേതഭൂമിയായി. ഹമാസിന് പിന്തുണയുമായി അറബ് രാജ്യങ്ങളായ ഇറാനും സിറിയയും ലബനനും യമനും ഇറാഖും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തിറങ്ങി. ഹൂതി, ഹിസ്ബുള്ള തുടങ്ങിയ അറബ് ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ പ്രത്യക്ഷ യുദ്ധത്തിലാണ്. ഇസ്രായേൽ ഈ രാജ്യങ്ങളിലെല്ലാം ആക്രമണം നടത്തുന്നുണ്ട്. ലബനനിൽ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ യുദ്ധത്തിലാണ്. പശ്ചിമേഷ്യ മുൾമുനയിലാക്കിയ യുദ്ധം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ലോക നേതാക്കളുടെ വാക്കുകൾ മാത്രം ഇപ്പോഴും ബാക്കി. ഹമാസിന്റെ ഇറാന്റെ നിരവധി പ്രമുഖരെ ഇസ്രായേൽ കാലപുരിക്ക് അയച്ചു കഴിഞ്ഞു. തങ്ങൾക്ക് ഭീഷണിയായ ഹമാസിനെയും അവർ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകുന്ന എല്ലാവരെയും ഉന്മൂലനം ചെയ്യുമെന്ന പ്രതിജ്ഞ നടപ്പാക്കാതെ പിന്മാറില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചാണ് ഇപ്പോഴും ഇസ്രായേൽ. ശക്തിയിലൂടെ സമാധാനമാണ് നെതന്യാഹുവിന്റെ ഫിലോസഫി. സൈന്യത്തിന് കരുത്തുകൂട്ടുന്നതും ഭീകരവാദത്തിനും ശത്രുക്കൾക്കുമെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതും ഇറാനിലെ ആണവായുധ പദ്ധതിക്കെതിരായ അദ്ദേഹത്തിന്റെ രഹസ്യ നടപടികളുമൊക്കെ അതിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. തന്റെ നടപടികളെല്ലാം ഇസ്രായേലിന്റെ ഏറ്റവും മികച്ച താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും വളരെ കരുതലോടെ ചെയ്തവയാണ് എന്നും സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. താൻ അക്രമോത്സുകമായ നയമല്ല പിന്തുടരുന്നത്, അതിജീവനത്തിനുള്ള ഭീഷണികളോട് പ്രതികരിക്കുക മാത്രമാണെന്നും നെതന്യാഹു പറയുന്നു. നെതന്യാഹു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സൈനിക ശക്തിയാണ് എന്നത് തർക്കമില്ല. അക്രമോത്സുകനായ, വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധനല്ലാത്ത, കടുത്ത നിലപാടുകളുള്ള ഒരു നേതാവ്. മധ്യേഷ്യയുടെ ഭൂമിശാസ്ത്രം മാറ്റിവരച്ച കർക്കശക്കാരൻ്റേത്. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ആക്രമിക്കും മുമ്പ് അവരെ ആക്രമിക്കുക എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇസ്രായേലിന്റെ സൈനിക നടപടികളുടെ അടിസ്ഥാന തത്വം. എന്തായാലും നെതന്യാഹുവിന്റെ കാഴ്ചപ്പാടിൽ ശക്തി ഉണ്ടെങ്കിലേ ശക്തർക്ക് മാത്രമേ അതിജീവിക്കാനാകൂ. ആ കാഴ്ചപ്പാടിനെ തൽക്കാലത്തേക്കെങ്കിലും ശരിവെക്കുന്നവയാണ് ഹമാസിനോടുള്ള അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.